Dear friends, welcome to this channel. ഇന്നത്തെ വീഡിയോ പൂർണ്ണവർഗത്തെ പറ്റിയുള്ളതാണ്. ഇത് PSC പരീക്ഷയ്ക്കും USS പരീക്ഷയ്ക്കും മറ്റ് മത്സര പരീക്ഷകൾക്കും ഒക്കെ വരാവുന്നതും സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നതുമാണ്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം: 50A ഗുണിക്കണം 24 ഒരു പൂർണ്ണവർഗമാകണമെങ്കിൽ എക്ക് കൊടുക്കാവുന്ന ഏറ്റവും കുറഞ്ഞ വില എത്ര എന്നാണ്. ഇവിടെ 50A എന്നാൽ 50 ഗുണിക്കണം A ആണ് 24. അപ്പോൾ നിങ്ങൾക്കറിയാം 50 ഒരു പൂർണ്ണവർഗമല്ല. അതേസമയം 25 ഒരു പൂർണ്ണവർഗമാണ്, 100 ഒരു പൂർണ്ണവർഗമാണ്, 5 25, 10 ഗുണിക്കണം 10 100 അതേപോലെ 24 ഒരു പൂർണ്ണവർഗമല്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു പൂർണ്ണവർഗമാകണമെങ്കിൽ എക്ക് എന്ത് വില കൊടുക്കാമെന്ന് മാത്രമല്ല ഏറ്റവും കുറഞ്ഞ വില ഏതാണ് എന്നും കൂടി നോക്കണം. കൂടിയ വിലകൾ ധാരാളം കൊടുത്താൽ പൂർണ്ണവർഗമാകും. പക്ഷേ ഈ ചോദ്യത്തിന് ഏറ്റവും കുറഞ്ഞ വില എത്ര എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. അൻപതിനെ ഘടകങ്ങളാക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഘടകങ്ങളാക്കുമ്പോൾ ആദ്യം ഏറ്റവും കുറഞ്ഞ സംഖ്യ ഉപയോഗിച്ച് ഘടകങ്ങളാക്കാം. 1 നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ മേലെയുള്ളത് 2 ആണ്. 50നെ 2 കൊണ്ട് ഹരിക്കാം. ഇവിടെ 25 നമുക്ക് കിട്ടി. 25 ഒരു പൂർണ്ണവർഗമാണ്. 25നെ നമുക്ക് 5 ഗുണിക്കണം 5 എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ 50നെ നമുക്ക് 2 ഗുണിക്കണം 5 ഗുണിക്കണം 5 എന്ന് എഴുതാൻ കഴിയും. ഇതേപോലെ 24നെയും നമ്മൾ ഘടകങ്ങളാക്കുന്നു. നോക്കൂ, ഇവിടെ 2 ഒറ്റപ്പെട്ട് കിടക്കുന്നു, 5ഉം 5ഉം പെയറായിട്ട് ജോഡികളായി നിൽക്കുന്നു. ഇവിടെ 2ഉം 2ഉം ജോഡികളായി നിൽക്കുന്നു. ഈ 2 നമുക്ക് ഇതിനെ ജോഡികളാക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ 3 മാത്രമാണ് ഒറ്റപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ 3നെ ഒരു 3 കൂടി ഉണ്ടെങ്കിൽ ഇവിടെയും ജോഡികളാക്കാം, പൂർണ്ണവർഗമാക്കാം.
അപ്പോൾ എക്ക് നമ്മൾ 3 എന്നുള്ള വില കൊടുക്കുകയാണെങ്കിൽ നോക്കാം. ഇപ്പോൾ നോക്കൂ, 50 നമ്മൾ 2 ഗുണിക്കണം 5 ഗുണിക്കണം 5 എന്നെഴുതി. ഈ എക്ക് നമ്മൾ 3 എന്ന വില കൊടുത്തു. 24 നമ്മൾ 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 3 എന്നെഴുതി. അപ്പോൾ ഇവിടെ 2ഉം ഈ 2ഉം ജോഡികളായി, 5ഉം 5ഉം ജോഡികളായി, ഈ 3ഉം ഈ 3ഉം ജോഡികളായി, ഈ 2ഉം ഈ 2ഉം ജോഡികളായി. അങ്ങനെയെല്ലാം ജോഡികളായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഖ്യ പൂർണ്ണവർഗം ആയിരിക്കും. അതിൻ്റെ ഉത്തരം 3 എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെയുള്ള മറ്റ് ചോദ്യങ്ങൾ 2 ചോദ്യങ്ങളും കൂടി പരിഗണിക്കാം. അൻപത് ഗുണിക്കണം 256 ബി ആണ് ചോദ്യം. 50 ഗുണിക്കണം 256 ബി ഒരു പൂർണ്ണവർഗമാകണമെങ്കിൽ ബിക്ക് എന്ത് കുറഞ്ഞ വില കൊടുക്കാം?